ഹായ്, എല്ലാവർക്കും സ്വാഗതം. എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക്. ഞാനുള്ളത് മൈസൂരാണ്. മൈസൂർ ദസറ കാണാൻ പറഞ്ഞ ദസറേൻ്റെ ഭാഗങ്ങളായുള്ള കാഴ്ചകളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. ഇന്ത്യൻ സംസ്ഥാനമായ കർണാടകയുടെ സംസ്ഥാന ഉത്സവമാണ് മൈസൂർ ദസറ അഥവാ നടഹബ്ബ. മൈസൂരിലാണ് പ്രസിദ്ധമായ ഈ ഉത്സവം നടക്കുന്നത്. മലയാളികൾ ഉൾപ്പെടെ ധാരാളം സഞ്ചാരികൾ ഈ ദിവസങ്ങളിൽ മൈസൂരിൽ എത്തിച്ചേരാറുണ്ട്. ഇതിനെ നവരാത്രി ഉത്സവം എന്നും വിളിക്കുന്നു. ഇതിന്റെ അവസാന ദിവസം ദസറയുടെ ഏറ്റവും വിശിഷ്ട ദിവസമായ വിജയദശമിയാണ്. സാധാരണയായി സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തിലാണ് ദസറ വരുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന മൈസൂർ ദസറ ആഘോഷത്തിന്റെ പ്രധാന ആകർഷണം ഏതാണ്ട് 1 ലക്ഷത്തോളം ബൾബുകൾ ഉപയോഗിച്ച് ദിവസവും വൈകിട്ട് 7 മണി മുതൽ 10 മണി വരെ പ്രകാശിക്കുന്ന മൈസൂർ പാലസാണ്. ഇതിന്റെ പണികൾക്ക് മാത്രമായി വർഷം ഏതാണ്ട് 10 മില്യൺ രൂപ ചിലവഴിക്കുന്നു എന്ന് പറയപ്പെടുന്നു. പ്രകാശപൂരിതമായ പാലസിന്റെ ചുറ്റും കർണാടക സംസ്ഥാനത്തിന്റെ സാംസ്കാരികതയും മതപരവുമായ വിവിധ നൃത്തസംഗീത സാംസ്കാരിക പരിപാടികൾ നടക്കും. ഗംഭീരമായ ഘോഷയാത്രകൾ, മേളകൾ, പ്രദർശനങ്ങൾ എന്നിവയാൽ മൈസൂർ ദസറ ആനന്ദിപ്പിക്കുന്ന ഒന്നാണ്. മൈസൂർ ദസറ എങ്ങും ആനന്ദകരമായ കാഴ്ചകളും വിശേഷങ്ങളും മാത്രം ഒരുക്കിക്കൊണ്ട് സന്ദർശകരെ ആകർഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികളിൽ ഒന്നാണ് മൈസൂർ ദസറ. അതിലെ പുഷ്പമേള. ഇത് സാധാരണമായി കുപ്പണ്ണ പാർക്കിലാണ് നടക്കുന്നത്. വിജയകരമായ കാഴ്ചകൾ ഒരുക്കുന്ന പുഷ്പമേളയുടെ അതിവിപുലമായ ശേഖരം ഈ മേളയിൽ പ്രദർശിപ്പിക്കുന്നു. ചാനൽ കാണുന്ന നിങ്ങളോട് ആദ്യമേ ഒന്ന് പറയട്ടെ, നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഞങ്ങളുടെ ചാനൽ പരിചയപ്പെടുത്തി കൊടുക്കുക. നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻ്റായി എഴുതി അറിയിക്കുകയും ചെയ്യും. നമ്മളിപ്പോൾ ഉള്ളത് മൈസൂർ കുപ്പണ്ണ പാർക്കിലെ പുഷ്പമേളയിലാണ്. ദൂരെ നിന്ന് തന്നെ വലിയ മരങ്ങളും മരത്തിന് മുകളിലായി അലങ്കരിച്ച പൂക്കളുടെ ചെടിത്തോട്ടങ്ങളുമൊക്കെ നമ്മളെ ആകർഷിക്കുന്നു. എൻട്രൻസ് കയറി വരുമ്പോൾ തന്നെ അതിവിപുലമായ ശേഖരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പാർക്കിലുള്ള വലിയ മരങ്ങളിൽ പോലും പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. കൂടാതെ നടവഴിയും കാഴ്ചകളുമെല്ലാം മനോഹരമാണ്. മൈസൂർ ദസറയുടെ ഭാഗമായാണ് പുഷ്പമേള ഉണ്ടാകുന്നത്. ഇത് ഒരു പാർക്ക് കൂടിയാണ്. അതുകൊണ്ട് നേരത്തെ തന്നെ സജ്ജീകരിച്ചു വെച്ചിരിക്കുന്ന മരങ്ങളും കാഴ്ചകളും ഒക്കെ ഇവിടെ ഉള്ളതാണ്. അല്ലാതെ പൂക്കൾ മാത്രമായിട്ട് ഫ്ലവർ ഷോയുടെ സമയത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മറ്റൊരു വശത്തേക്ക് വന്നു കഴിഞ്ഞ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ മനോഹരമായ ടാങ്ക്, ഒരു പോർവിമാനവും ഒരു യുദ്ധക്കപ്പലും സജ്ജീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അതിൻ്റെയൊക്കെ മുന്നണി പോരാളികളുടെ ചിത്രങ്ങളും ആലേഖനം ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. മനോഹരമായൊരു ടാങ്ക് മുഴുവനായും പൂക്കൾ കൊണ്ട് നിർമ്മിച്ച് പൂക്കൾ കൊണ്ട് തന്നെ അത് അലങ്കരിച്ച് വെച്ചിരിക്കുന്ന കാഴ്ച. വശത്ത് നോക്കിയാലും ജനങ്ങൾ പൂക്കളും കാഴ്ചകളും കണ്ട് നടക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ഭാഗത്തായി സൂര്യകാന്തി പൂക്കളുടെ വലിയൊരു ശേഖരം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിനിടയിൽ നിന്നെല്ലാം ആളുകൾ ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നതും
റീൽസ് എടുക്കുന്ന ഈ കാഴ്ചകൾ നമുക്ക് കാണാം. മനോഹരമായ ആ സൂര്യകാന്തി പാടത്തിലേക്ക് അതിൻ്റെ മുകളിലേക്ക് കയറിപ്പോകാൻ സ്റ്റെപ്പുകൾ ഒരുക്കി വെച്ചിരിക്കുന്നതും അതിൻ്റെ മുകളിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അത്രയും മനോഹരമായ രീതിയിലാണ് സൂര്യകാന്തിയുടെ ഒരു ശേഖരം തന്നെ ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അത് കാണാൻ വലിയൊരു ജനക്കൂട്ടം തന്നെ ഈ ഭാഗങ്ങളിലുണ്ട്. എന്തൊരു ഭംഗിയാണെന്നറിയോ സൂര്യകാന്തി പൂത്തു നിൽക്കുന്ന കാഴ്ചകൾ കാണാൻ. സാധാരണ ഗുണ്ടൽപേട്ട് ഭാഗത്ത് സൂര്യകാന്തികൾ ഉണ്ടാകാറുണ്ടെന്നും ഈ സമയങ്ങളിൽ സൂര്യകാന്തി ഉണ്ടാകാറില്ല. ഇപ്പോൾ ഇവിടെ ഫ്ലവർ ഷോയ്ക്ക് വേണ്ടി ഇവർ വളർത്തിയെടുത്ത സൂര്യകാന്തിയാണിത്. നല്ല മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മറ്റൊരു ഭാഗത്ത് മനോഹരമായി അലങ്കരിച്ച ഒരു ചെടിത്തോട്ടം കാണാനുണ്ട്. ആ ചെടിത്തോട്ടവും ആളുകൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. എല്ലാവരും അതിന് ചുറ്റും നിന്ന് ഫോട്ടോയും റീൽസും ഒക്കെ എടുക്കും. ഏത് ഭാഗത്ത് തിരിഞ്ഞു നോക്കിയാലും അവിടെ എല്ലാം പൂക്കളുടെ മനോഹരമായ കാഴ്ചകൾ കാണാൻ കഴിയും. അവിടെയെല്ലാം ദസറക്ക് വന്ന ആളുകൾ കൂടി നിൽക്കുന്നത് കാണാം. ഏറ്റവും കൂടുതൽ ആളുകൾ കൂടി നിൽക്കുന്ന ഭാഗത്ത് റീൽസും ഫോട്ടോയും ചിത്രീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഭാഗത്തൊക്കെ ആളുകൾ കൂടുതലായി കാണുന്നത്. ഈ ഒരു ഭാഗത്ത് വന്നപ്പം അമ്പാരി സ്റ്റൈലിൽ ഒരാനയും ആ തേരിൻ്റെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്തൊരു ഫ്ലവർ കൊണ്ട് അലങ്കരിച്ച ഒരു ഭാഗം കാണുന്നുണ്ട്. അമ്പാരി സ്റ്റൈല് തന്നെ അത് എടുത്ത് കാണിക്കുന്ന നല്ലൊരു കാഴ്ചയാണ്. കൂടാതെ അതിനു ചുറ്റും ചെറിയ പൂക്കൾ ഉള്ള ഒരു നല്ല മനോഹരമായ കാഴ്ചകൾ കാണാൻ കഴിയുന്നുണ്ട്. ഒരുപാട് ചെറിയ പൂക്കളും ചെറിയ ചെടികളും കൊണ്ട് ആ ഭാഗം അലങ്കരിച്ചിരിക്കുന്നു. അതിവിപുലവും അതിമനോഹരവുമായ കുപ്പണ്ണ പാർക്കിലെ കാഴ്ചകൾ ഏതൊരു സഞ്ചാരിയെയും ആകർഷിക്കുന്ന കാഴ്ചകളാണ്. അതൊക്കെ നല്ല മനോഹരമായി അണിയിച്ചൊരുക്കിയതുപോലെ ചിട്ടയായി വെച്ച കാഴ്ചകൾ. കുപ്പണ്ണ പാർക്കിൻ്റെ ഓരോ ഭാഗത്തും ഓരോ ശൈലിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ദസറ കഴിഞ്ഞാലും ഈ ഭാഗങ്ങളിലൊക്കെ ഫ്ലവർ ഷോ ഈ ചെടികൾ ഒക്കെ ഇതുപോലെ നിലനിർത്തുന്നതാണ്. ഇവിടെയൊക്കെ സഞ്ചാരികൾക്ക് വരാവുന്നതാണ്. മറ്റൊരു വശത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ സൂര്യകാന്തിയുടെ ഒരു പാടം തീർത്തിട്ടുണ്ട്. കൂടാതെ കുറച്ച് മുന്നിലായിട്ടൊരു ഗ്രോട്ടോ ഉണ്ട്. ആ ഗ്രോട്ടോയ്ക്ക് ചുറ്റും മനോഹരമായി അലങ്കരിച്ചതും സൂര്യകാന്തികൾ കൊണ്ട് തന്നെയാണ്. എന്തിന് ഏറെ പറയുന്നു, പൂക്കൾ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് പൂക്കളെ കാണാനും പൂക്കളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും ധാരാളം ആളുകൾ ഇവിടെ തങ്ങി നിൽപ്പുണ്ട്.
ഇവിടെയുള്ള ഓരോ മരത്തിൻ്റെ ചുവടും ഓരോട്ടമായി ക്രമീകരിച്ചിരിക്കുന്ന കാഴ്ചകൾ മനോഹരമാണ്. ദസറയുടെ ഭാഗമായി ഇതുപോലുള്ള വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ ഈ നഗരത്തിൻ്റെ പല ഭാഗത്തും കാണാം. മൈസൂർ ദസറയിൽ ഏറിയ പങ്കും സന്ദർശനം നടത്തുന്നതിൽ ഏറെയും മലയാളികളാണ്. ഒരു വശത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ വലിയൊരു നന്ദി ശില്പത്തിൻ്റെ മാതൃകയിലാണ് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതും കാഴ്ചകൾ ഒരുക്കിയിരിക്കുന്നതും. കർണാടകയുടെ പ്രത്യേകമായ ഒരു ശില്പമാണ് നന്ദി ശില്പം. മറ്റൊരു ഭാഗത്ത് വന്നപ്പോൾ ഡോൾഫിൻ മാതൃകയിൽ ക്രമീകരിച്ചതാണ് കാണാൻ കഴിയുന്നത്. ധാരാളം കുട്ടികൾ ആ ഭാഗത്ത് നിന്ന് ഫോട്ടോ ഷൂട്ട് നടക്കുന്നു. മറ്റൊരു ഭാഗത്ത് മിക്കി മൗസ് പോലുള്ള പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ഒരു കാഴ്ചയും കാണാം. വലിയ 2 ഫ്ലവർ ഷോ പന്തലൊരുക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചയും കാണാൻ ഭംഗിയുണ്ട്. അതിനകത്തു കൂടി നടക്കുമ്പോൾ നമുക്കൊരു അനുഭൂതി കിട്ടുന്ന തരത്തിലാണ് അതിൻ്റെ ക്രമീകരണം ചെയ്തു വെച്ചിരിക്കുന്നത്. രാത്രിയിൽ ഇതിനകത്തൊക്കെ ലൈറ്റ് കൂടി വരുമ്പോൾ വളരെ മനോഹരമായ കാഴ്ചയായിരിക്കും അത് കടന്ന് തൊട്ടടുത്ത് വരുമ്പോൾ ഭൂഗോളം കയ്യിലേന്തിയ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ഒരു കാഴ്ചയും, തൊട്ടടുത്ത് തന്നെ ഐ ലവ് ഭാരത് എന്നെഴുതിയ ഒരു പൂക്കൾ കൊണ്ടുള്ള കാഴ്ചയും കാണാം. കൂടാതെ ഇവിടെ വലിയൊരു പൂക്കൾ കൊണ്ട് ഒരുക്കിയ ഒരു കാഴ്ച ഈ ചില്ലുകൂടാരത്തിന് അകത്താണ്. ചില്ലുകൂടാരത്തിന് അകത്തേക്ക് കയറുന്നതിന് മുൻപിലായി പുറം ഭാഗത്തായി 2 വലിയ ടാങ്കുകൾ മുഴുവനായി പൂക്കളും ഇലകളും കൊണ്ട് അലങ്കരിച്ച ഒരു കാഴ്ച കാണാം. ഇന്ത്യയുടെ വലിയ 2 ടാങ്കുകളുടെ ഒരു രേഖാചിത്രമാണ് ഈ ചില്ലുകൂടാരത്തിന് പുറത്തായി ക്രമീകരിച്ചിരിക്കുന്നത്. അതിനു ചുറ്റും മനോഹരമായ ഒരു പൂക്കളവും തീർത്തിട്ടുണ്ട്. നേരെ കയറുന്നത് ആ ചില്ലുകൂടാരത്തിനകത്തേക്കാണ്. അതിനകത്താണ് ഏറ്റവും വലിയ ഫ്ലവർ ഷോ ഒരുക്കി വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ആ ചില്ലുകൂടാരത്തിനകത്തൊരുക്കിയ പൂക്കളുടെ ശേഖരം കാണാനാണ്. അതൊരു വലിയൊരു വൃത്താകൃതിയിലാണ്. അതിന് ചുറ്റുമായുള്ള ഒരു കാഴ്ചകളും മനോഹരം. ആ ചില്ലുകൂടാരത്തിനകത്ത് ഒരുക്കി വെച്ചിരിക്കുന്ന പൂക്കളുടെ ഒരു ശേഖരവും കൊട്ടാരവുമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രയും മനോഹരമായി അത് ഒരുക്കി വെച്ചിരിക്കുന്നു. അതിന് ചുറ്റും നടന്ന് ആളുകൾ ആ പൂക്കളുടെ ശേഖരവും കാഴ്ചകളും വീക്ഷിക്കുന്നു. വലിയൊരു സെറ്റ് ഇട്ടതുപോലെയാണ് പൂക്കൾ കൊണ്ട് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. മുഴുവനും പൂക്കൾ കൊണ്ടാണ് അതിൻ്റെ നിർമ്മിതി. ഇതിൻ്റെ ചുറ്റും ആളുകൾ നിന്ന് ഫോട്ടോ എടുക്കുന്നു. ആ കാഴ്ചകൾ ഓരോ ഭാഗത്ത് വന്നു കഴിയുമ്പോൾ വ്യത്യസ്തമായാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മനോഹരമായ ആ കാഴ്ചകൾ ഒരുക്കിയ ഇവിടുത്തെ സംഘാടകർക്ക് നമുക്ക് വലിയൊരു നന്ദി പറയാം.
അത്രയും മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ പൂക്കൾ കൊണ്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ മറുവശത്ത് വന്നു കഴിയും വളരെ മനോഹരമായ ഒരു രാജ്യസ്നേഹത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. ഗാന്ധി നടത്തിയ ദണ്ഡി യാത്രയുടെ മനോഹരമായ രൂപങ്ങൾ അതേപോലെ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നു. അതിന് ചുറ്റും പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ഒരു കാഴ്ച. ഓരോ കാഴ്ചയും സമ്മാനിക്കുന്ന അടിപൊളി ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തെ എല്ലാ ഭാഗത്തും ചുറ്റുവട്ടത്തും എല്ലാം പൂക്കൾ കൊണ്ട് തന്നെയാണ് അലങ്കരിച്ചിരിക്കുന്നത്. ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്കെല്ലാവർക്കും മൈസൂർ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നുവെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.